എഗെയിൻ ആട് ജീവിതം തന്നെ വിഷയം. അതായത് മലയാള സിനിമകളിപ്പോൾ ഒന്നിനൊന്നിന് 50 കോടി ക്ലബ്ബ് 100 കോടി ക്ലബിലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് വ്യാജൻ മീൻസ് ടെലിഗ്രാം പ്രിൻ്റ്, സിനിമയുടെ പ്രിൻ്റ്, വ്യാജ പ്രിൻ്റുകൾ ടെലിഗ്രാം വഴി ഇറങ്ങുന്ന എല്ലാ സിനിമേൻ്റെയും ഇതന്നെ ഇപ്പോഴത്തെ മെയിൻ വിഷയം. ഇത് എവിടെ നിന്ന് ഇറങ്ങുന്നു എന്ന് വെച്ചാൽ ഒറ്റ സോഴ്സ് അല്ലേ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കിയ സിനിമാക്കാർ സ്വന്തം സിനിമ വ്യാജനടിച്ച് വിൽക്കില്ലല്ലോ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് ക്യാമറയിലോ മൊബൈലിലോ ഒക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രിൻ്റുകൾ, അൺഫോർച്ചുനേറ്റ്ലി പലരും പറയുന്നത് തിയേറ്റർ ആളുകളായിട്ട് അറിഞ്ഞുകൊണ്ട് കുറേ പേര് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഗോട്ട് ലൈഫ് പോലത്തെ സിനിമകളൊക്കെ ഇറങ്ങി 3 ദിവസം 4 ദിവസം കൊണ്ട് 50 കോടി അടിക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് ഇറങ്ങുക എന്ന് പറയുന്നത് അതിൻ്റെ മേക്കേഴ്സിൻ്റെ ആ ഒരു 16 കൊല്ലത്തെ അവരുടെ എഫേർട്ടിനെ ഇല്ലാതാക്കുന്നൊരവസ്ഥയല്ലേ. ഞാനിവിടെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേമാതിരി ഓരോ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ പ്രിൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലസി ഇതിൻ്റെ ഡയറക്ടർ ആദ്യം ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ വേദനയോടുകൂടിയാണ് ഈ നിമിഷങ്ങളിൽ ഞാൻ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ശ്രമം, എൻ്റെ മാത്രമല്ല ഒരു വലിയൊരു യൂണിറ്റിൻ്റെ 100-200 ആൾക്കാരുടെ ഒരു ശ്രമത്തിനെ വളരെ ചെറുതായിട്ട് കാണുവാനായിട്ടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മൊബൈലിലും മറ്റ് ക്യാമറകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഗ്രൂപ്പുകളിലൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത് ബോധപൂർവമായി ഈ സിനിമയോടുള്ളൊരു ആക്രമണമായിട്ടാണ് തോന്നുന്നത്. അത് ഒരിക്കലും സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു നല്ല രീതിയല്ല. സിനിമയെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു അധ്വാനത്തിനെ, ഒരു ശ്രമത്തിനെ മാനിക്കുന്നവർക്ക് പറ്റുന്ന ഒരു രീതിയായിട്ട് എനിക്ക് കരുതുന്നില്ല. ദയവ് ചെയ്ത് അത്തരം പ്രവണതകൾക്ക് എതിരായി നിൽക്കുക എന്നുള്ളതാണ്. സിനിമയുടെ മാത്രം ആവശ്യമല്ല, ഒരു സമൂഹത്തിൻ്റെ ഒരു സാമൂഹ്യ നീതിയുടെ ഒരു ആവശ്യം കൂടിയായിട്ട് കരുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം തന്നെ ഇതിനെതിരെ വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ സാധാരണ രീതിയിലല്ല, കാരണം ഇതിനേക്കാൾ വലിയൊരു അധ്വാനത്തിനോടുകൂടിയും വലിയൊരു പണച്ചെലവോടുകൂടിയും ചെയ്തിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളും സൈബർ സെല്ലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ തരുകയാണ്. ദയവ് ചെയ്ത് ഇത്തരമൊരു പ്രസ്താവനയിലൂടെ നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു വിഷമ അവസ്ഥയോട് നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായിട്ടും സഹകരിക്കുക. താങ്ക് യു. ഓക്കെ, ഒരു ഡയറക്ടറിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ഈ വ്യാജന അടിച്ചിറക്കുന്നവർ ഇത് എന്താണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സുഖം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സീരിയസ് ആയിട്ട് ഇവിടെ സിനിമ റിവ്യൂ പറയുന്നവർ സിനിമയെ തുലയ്ക്കുന്നേ, റിവ്യൂ ബോംബിങ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതും കൊണ്ട് കോടതിയിൽ പോയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ സിനിമാക്കാർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഇങ്ങനത്തെ പൈറസി പരിപാടികൾ നിർത്തിക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കും. നിങ്ങൾ എത്ര സിനിമകൾ ഇങ്ങനെ എത്ര സിനിമകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇറങ്ങുന്ന സിനിമകൾ ഒരു എന്താ പറയുക ഒരു ആവറേജിനേക്കാൾ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ, അതായത് സിനിമ ഷൂട്ട് ചെയ്ത് ടെലിഗ്രാമിലൊക്കെ അടിച്ച് കയറ്റി പൈറസി കാണിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് കാണാനും കണ്ടമാനം ആൾക്കാരുണ്ട്. അങ്ങനെ കാണുന്നവരോട് പറയുള്ളത് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി കിട്ടാനാണ്. ഇപ്പോൾ ഈ ആടുജീവിതം പോലത്തെ ഒരു വെൽ മെയ്ഡ് പെർഫെക്റ്റ് ക്രാഫ്റ്റ് ഇത് നിങ്ങൾ നല്ല സറൗണ്ട് സിസ്റ്റത്തിൽ നല്ല എന്താ പറയുക അടിപൊളി ഡോൾബി ആറ്റം സാധനത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും PVR പോലത്തെ വലിയൊരു സ്ക്രീനിലോ അങ്ങനെയൊക്കെ പോയി കാണുമ്പോൾ 4K 8K എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റാണ്. ആ സാധനം നിങ്ങളെ മൊബൈലിനകത്ത് ഇട്ടിട്ട് ചെവിയിൽ മറ്റേ ഇയർഫോണും കുത്തിയിരുന്ന് ആരോ മൊബൈലിൽ എവിടുന്നോ എടുത്തൊരു പ്രിൻ്റ് കണ്ടിട്ട് കാര്യമാണ്. ഈവൻ OTT ആണെങ്കിലും ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം OTT പ്രിൻ്റ് എന്തോന്നാണ് റോക്കറ്റാ, മറ്റേ OTT പ്രിൻ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താ പറയുക OTT പ്രിൻ്റ് എന്ന റോക്കറ്റ് പോയതോടെ എൻ്റെ മൈൻഡും പോയി. OTTയിൽ വരുന്ന സാധനങ്ങൾ മെയ്ഡ് ഫോർ OTT ഒക്കെ അടിപൊളിയായിട്ട് പിന്നെയും കാണാം. ഇത് ഈ സാധനം ശബ്ദം വേറെ, വിഷ്വൽ കറക്റ്റ് ആവില്ല, എന്നാലും വാശിക്ക് ഇരുന്ന് ചിലരുണ്ട് ഇതിനായിട്ടിരിക്കും, മൊബൈലും പിടിച്ച് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ചോദിക്കും ഇന്നും വല്ല സിനിമയുണ്ടോ, ഇന്നും വല്ല പണ്ട് കാലത്ത് പിന്നെയും ഓക്കെ എന്ന് പറയും. ഇപ്പം ഇറങ്ങിയ ഈ സിനിമകളൊക്കെ ഒരു 6 മാസം 1 കൊല്ലത്തേക്ക് ആപ്പിൽ OTTയിൽ വരില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ടുകൂടെ? അതല്ല, അപ്പം ഈ സാധനം ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണണം.
കഷ്ടം. എന്താണെങ്കിലും ഇതിനിടയിൽ ആലീസ് ക്രിസ്റ്റി നമ്മുടെ ഷീസ് എന്താണ് സിനിമ ചെയ്തിട്ടില്ലേ അവർ? ആലീസ് ക്രിസ്റ്റി സീരിയലാണ് മെയിൻ. ഞാൻ അവരുടെ പ്രൊഫൈൽ ഒരു സെലിബ്രിറ്റിയാണ് ആള്. അപ്പോൾ ആലീസ് ക്രിസ്റ്റിയുടെ പ്രൊഫൈലിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ അവർ തിയേറ്ററിൽ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയ സമയത്ത് ഒരു വ്യക്തി ഇരുന്ന് ഷൂട്ട് ചെയ്യാണ്. അത് ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവർ പറയുന്നത് വീഡിയോ കോൾ മാതിരി വിളിക്കുകയാണ്, പക്ഷേ അയാൾ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ആലീസ് ക്രിസ്റ്റിക്ക് തോന്നിയത്. അവർ പോയി കേസും കൊടുത്തു. അപ്പോൾ ആ കേസ് കൊടുത്തത് വളരെ ഹെൽപ്ഫുള്ളായി എന്നാണ് ഞാൻ പറയുള്ളത്. കാരണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ തിയേറ്ററിൽ പലവട്ടം ആൾക്കാരോട് പറഞ്ഞാലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, തിയേറ്ററിൽ തിരിഞ്ഞു നോക്കാറില്ല. എനിക്ക് ഇങ്ങനത്തെ 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട്, ഒന്നിനും ഞാൻ പോയി പറയുമോ ആരും മൈൻഡ് ചെയ്യില്ല, തിയേറ്ററുകാരോട് പോയി പറഞ്ഞാൽ അവരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ചാനൽ ആലീസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ചാനലിൽ നോക്കി അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ചെറിയ പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ആടുജീവിതം മൂവി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. 28-ാം തീയതി രാത്രി 11:25 ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ചെങ്ങന്നൂര് സിനിമാസിലായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. സിനിമ 11:25 തുടങ്ങി രാത്രി 2:15 തീർന്ന്, കറക്റ്റ് ടൈം നോക്കിയല്ലേ തീർന്നത്. ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ A1 ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണോ അതോ ഓപ്പോസിറ്റ് ഒരാൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ അത് റെക്കോർഡ് ചെയ്യുവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ വീഡിയോ എടുക്കുമായിരുന്നു. കാര്യം സിനിമ തുടങ്ങിയത് മുതൽ തീരുന്ന വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലാക്കി. ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ല, ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, ഈ സൈഡിലായിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ എടുക്കുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ഒരു വിഷമം തോന്നി. ഞാൻ നേരെ തിയേറ്ററിന് താഴെയുള്ള അവരുടെ ഓഫീസ് റൂമിൽ ഒരു ആളുണ്ടായിരുന്നു, ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളി എടുത്തു പോയി ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അവൻ ചേട്ടാ ഇങ്ങനെ എന്റെ സീറ്റിന് ഇപ്പുറത്തിരിക്കുന്ന ആൾ, ആ കോർണർ സീറ്റിൽ ഇരിക്കുന്ന ആള് തുടങ്ങിയത് മുതൽ ഇന്ന് ഈ നേരം വരെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളത് കണ്ടു. ഇവിടെ നിന്ന് ആരെങ്കിലും വന്നത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കാം ഏതാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ 11:25 തുടങ്ങിയ ഷോ ആണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം, നിങ്ങൾ ഉറപ്പായിട്ട് വന്നത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. കാര്യം അടുത്തിരിക്കുന്ന എനിക്കിപ്പോ ഫോൺ പിടിച്ചു മേടിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അതിന് അധികൃതരായിട്ടുള്ള തിയേറ്റർ ഉടമകളാണ് അത് ചെയ്യാൻ. കാര്യം ഈ തിയേറ്ററിലും ഈ കാണുന്ന ആൾക്കാർ വന്ന് സിനിമ കണ്ടാലേ അവർക്കും ഉള്ളൂ ലാഭം അല്ലേ. ഈ തിയേറ്റേഴ്സ് പിന്നെ എന്തിനാ, നമുക്ക് എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് കാണാനല്ലല്ലോ, നമ്മളെല്ലാരും വന്ന് കാണാൻ ഉള്ളതല്ലേ ഈ തിയേറ്ററും. ഞാൻ തിയേറ്ററിൽ പോയി പറഞ്ഞു. അതിനുശേഷം സിനിമ തീരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ആരും വന്നില്ല. എന്നിട്ടും ഞാൻ വിചാരിച്ചു സിനിമ തീർന്നു, ഓക്കെ ഇറങ്ങുന്ന ടൈം ആവുമ്പം ആ പ്രൊജക്ടർ റൂമിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും അവരെങ്കിലും ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, ആരെങ്കിലും ഒരാൾ ഇറങ്ങി വരും എന്ന് വിചാരിച്ചു. ആരും വന്നില്ല. ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ പോയി. ഞാൻ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കിതിന് കംപ്ലൈന്റ് ഉള്ള വല്ല വകുപ്പും ഉണ്ടോ, ഞാൻ ഇത് എന്ത് കംപ്ലൈന്റ് ആണ് ചെയ്യേണ്ടത്? ഞാൻ ആ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ, ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഡേ ഇറങ്ങി പോവുകയാണ്, കോപ്പിറൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇറക്കാൻ പാടില്ല എന്ന് നമുക്ക് നിയമമുണ്ട്, എനിക്കിതിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ സമയം 3 മണിയായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ വന്ന് ഇപ്പൊ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, അവരത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തത്, അത് തിയേറ്ററിൽ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ഒരു ആൻസർ ഒക്കെ അവർ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ന്യൂസ് വന്നു, ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ സിനിമ വ്യാജൻ അടിച്ചിറക്കി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചെന്ന കേസിൽ ഒരാൾ പിടിയിലായി. സംവിധായകൻ ബ്ലസ്സിയും ചെങ്ങന്നൂരിലെ തിയേറ്റർ ഉടമയും നൽകിയ പരാതികളിലാണ് നടപടി. വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെ ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് തിയേറ്ററിൽ നിന്ന് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. സംവിധായകൻ ബ്ലസ്സി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകി. പ്രചരിക്കുന്ന ദൃശ്യത്തിന് സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പരാതി. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിൽ നിന്ന് ചിത്രം പകർത്തിയതിന് തെളിവുകളും കൈമാറി. CCTV ദൃശ്യങ്ങൾ സഹിതം തിയേറ്റർ ഉടമയും ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചില്ല. വിദേശത്തുള്ള സുഹൃത്തിന് വീഡിയോ കോൾ വഴി ഏതാനും ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ മൊഴി നൽകി. മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിദേശത്തു നിന്ന് മലയാളികൾ നിയന്ത്രിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സൈബർ സെല്ലിന്റെ അന്വേഷണം നടക്കട്ടെ, അത് എവിടെ വരെ എത്തുന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. കാരണം ആലീസ് ക്രിസ്റ്റി പറഞ്ഞ പോലെ ഇവിടുന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് അപ്പുറത്തിരുന്ന ആളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും ആ സാധനം കിട്ടും. ഓക്കെ,
ഓഡിയോ ക്ലാരിറ്റി കമ്മിയാവുന്നുള്ളൂ, എന്നാലും കിട്ടും, സാധനം കിട്ടും. അപ്പം അങ്ങനെ അടിച്ചിറക്കും ഇവർ, പറയാനൊന്നും പറ്റില്ല. ആ പരിപാടിയും കാണിക്കും. എന്താണെങ്കിലും സിനിമ ഇറങ്ങി ഇത്രയും വലിയൊരു എഫേർട്ട് നിങ്ങൾ എന്താ പറയുക, വളരെ വില കുറച്ച് കാണുന്നതല്ല. ഇതൊക്കെ എന്ത്, എനിക്ക് പടം കണ്ടാൽ മതി, ഇപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, ശബ്ദം കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് കാശ് കൊടുത്ത് തിയേറ്ററിൽ പോകാൻ പറ്റില്ല, ഞാൻ പടം ഇങ്ങനെ കാണുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനത്തെ വൃത്തിയോട് കാണിക്കുമ്പോൾ ആദ്യം ആലോചിക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ റിവ്യൂയിങ് ഒന്നും അല്ലടേ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇതിന് മേജർ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ 4-5 ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ പൈറസി ചെയ്യുന്നവർ 2-3 എണ്ണത്തിന് അറസ്റ്റ് ചെയ്താൽ തന്നെ തീരേണ്ട പ്രശ്നമുള്ളൂ. കാരണം ഇതിപ്പോൾ വളരെ വളരെ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട് ഈ സാധനം. ആൻഡ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാനും കാണാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അതായത് തിയേറ്ററിലേക്ക് വരേണ്ട ആളുകളുടെ ഒരു മേജർ പോർഷൻ തന്നെ ഇവർ കുറയ്ക്കുന്നുണ്ട്. കാരണം ഈ സാധനം ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ പുറത്തിറങ്ങിയത് അതായത് ഇന്ത്യയുടെ പുറത്ത് റിലീസാവുന്ന സിനിമകളടക്കം, മലയാളം സിനിമകളടക്കം അവിടുന്ന് നല്ല കിടിലം കോപ്പിയായിട്ട് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, മാഫിയ പോലെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സീരിയസ് ആയിട്ട്. ഇതിൻ്റെ കാര്യത്തിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെതിരെ ഒരു വഴി കണ്ടുപിടിക്കുക. കാരണം ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ സിനിമകളും 50 കോടി, നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് 200 കോടി 100 കോടി 50 കോടിക്ക് ഇറങ്ങണ പടങ്ങൾ അടിച്ചുകൊണ്ട് കേൾക്കുന്നത്. ഇനി കിടിലം പടങ്ങൾ വരാൻ ബാക്കി കിടക്കുക. ഈ വർഷം മൊത്തം എനിക്ക് വേറെ റേഞ്ച് പോകും മലയാള പടം. ആ സമയത്താണ് വ്യാജന അടിച്ചിറക്കാൻ കുറേ ടീം.